Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ നോക്കുന്നുണ്ട്, അതിന്റെ വർക്കിങ്ങും പിന്നെ അതിന്റെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഗെയിനിന്റെയും ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ജനറൽ എന്താണ്, നമുക്ക് ഹയർ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അല്ലെ, നമുക്ക് ഹയർ ആയിട്ടുള്ള ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ ഹയർ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ലോ ലെവൽ സിഗ്നൽ ഓഫ് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ, അതായത് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ഒരു ലോ ലെവൽ സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അത് അതിന്റെ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ കുറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ സെലക്ടബിൾ ഗെയിൻ വിത്ത് ഹൈ അക്യുറസി ആൻഡ് ഹൈ ലീനിയാരിറ്റി ആണ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിനുള്ളത്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ക്യാപ്പബിലിറ്റി വിത്ത് ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഉണ്ട്. അതായത് അതിന്റെ സോഴ്സിൽ അൺബാലൻസ്ഡ് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണെങ്കിൽ കൂടെ നമുക്കൊരു ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിൽ നമുക്ക് ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ഗെയിൻ ഉണ്ടാകും. ദെൻ ലോ DC ഓഫ്സെറ്റ് ആൻഡ് ഡ്രിഫ്റ്റ് എറേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇൻപുട്ടിൽ. അതുപോലെ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയർ എങ്ങനെയാണ് ഒരു ഓർഡിനറി ഒപാംപ് അല്ലെങ്കിൽ ഓർഡിനറി ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നിന്നും ഡിഫറെന്റ് ആകുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓർഡിനറി ആംപ്ലിഫയർ അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാക്കേജ് ഓഫ് കംപ്രൈസിംഗ് ഒപാംപ്സ്. ഒപാംപ്സുകളുടെ ഒരു പാക്കേജ്, അല്ലെങ്കിൽ നമുക്കൊരു 3 ഒപാംപ് ആണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിത്ത് അക്യുറേറ്റ് ആൻഡ് സ്റ്റേബിൾ റെസിസ്റ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആയിരിക്കും. ഒരു ഡിസൈർഡ് ഗെയിൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, the gain is often selectable to precise value by a single external resistance. ഒരു സിംഗിൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഗെയിനിനെ നമ്മുടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ. അതേപോലെ the instrumentation amplifier because of its closed loop configuration, അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ എന്താണുള്ളത്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ടു ആംപ്ലിഫൈ ദ സിഗ്നൽസ്. സിഗ്നലിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? ഒരു ഫിക്സ്ഡ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ there is no user effort required in selecting the input and feedback configuration or in choosing suitable components. Okay, അപ്പോൾ നമുക്ക് ഈ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആംപ്ലിഫയർ തന്നെ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു ഫീഡ്ബാക്ക് കോൺഫിഗറേഷനും എല്ലാം തന്നെ അത് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ഗെയിൻ അക്യുറസി, ഗെയിൻ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് പെർഫോമൻസ്, ഇതൊക്കെ എന്ന് പറയുന്നത് ബൈ മാനുഫാക്ചറർ തന്നെ സ്പെസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഇതൊന്നും നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതേപോലെ depending upon the configuration used in the instrumental amplifier will often yield high common mode rejection. Okay, അതായത് സോഴ്സ് ഇംപിഡൻസ് 1 ഓമിനേക്കാൾ കൂടുതലാണെങ്കിൽ പോലും നമുക്ക് വരുന്ന കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രോപ്പർ ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ദ DC ഒപാംപിന് ദ CMRR സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ലോ സോഴ്സ് ഇംപിഡൻസിലായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ്, ആ ഒരു സോഴ്സ് ഇംപിഡൻസ് ഹൈ ആണെങ്കിൽ കൂടെ, വളരെ 1 മെഗാഓമിനേക്കാൾ കൂടുതലാണെങ്കിൽ കൂടെ നമുക്കൊരു ഹൈ CMRR പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഈ ടോട്ടൽ ആയിട്ട് നമ്മൾ 3 ഒപാംപ്സ് ആർ യൂസിങ്. ദിസ് ഈസ് 1 ആൻഡ് സെക്കൻഡ് ഒപാം ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ഒപാം ആണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. V0 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഈ ടോട്ടൽ സർക്യൂട്ട് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് ബഫർ സർക്യൂട്ടും സെക്കൻഡ് വൺ ഇസ് ദ ഡിഫറൻസ് ആംപ്ലിഫയറും ആണ്. ഓക്കെ, അപ്പൊ ഇത് 2 സർക്യൂട്ടും കൂടി കമ്പൈൻഡ് ആകുന്നതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ബഫർ സർക്യൂട്ടിലുള്ള ഫസ്റ്റ് ഒപാമിന്റെ പോസിറ്റീവ് ടെർമിനൽ, അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അതേപോലെ V2 അപ്ലൈ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഒപാമ്പിന്റെ
ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. ഓക്കെ, ദെൻ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. നോക്കൂ, ഇവിടുന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഞാൻ എന്റെ രണ്ട് ഒപ്പാമ്പുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന വോൾട്ടേജും ഈ ഒരു വോൾട്ടേജും നമുക്ക് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സിമിലർലി ഇവിടെ എന്താണോ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഇവിടെ എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇനി ഈ ഒരു റെസിസ്റ്റർ നോക്കൂ, RG എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഔട്ട്പുട്ട് ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന RG എന്ന് പറയുന്നത്. അതായത് ഗെയിൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസ് ആണ് RG എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് ഗെയിനിനെ കൺട്രോൾ ചെയ്യാനാണ് RG റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, എനിക്ക് V1 വോൾട്ടേജ് ആണ് ഞാൻ എന്റെ ഈ പറയുന്ന നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എനിക്ക് വരുന്ന ഈ ഒരു വോൾട്ടേജ്, ഇവിടെ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും, V1 ആണ്. കാരണം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സിമിലർലി V2 വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നത്. അപ്പൊ ഇൻവെർട്ടിംഗ് വോൾട്ടേജിൽ എനിക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, ഇനി നമുക്ക് കറന്റിന്റെ കേസ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വരുന്ന കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആണ്. ഓക്കെ, രണ്ടിടങ്ങളിൽ വരുന്ന കറന്റും എനിക്ക് എന്താണ്, 0 ആണ്. അപ്പൊ എനിക്ക് എന്റെ ഈ ഒരു സർക്യൂട്ടിനെ എനിക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ, കാരണം എനിക്ക് ഇവിടെ വരുന്ന കറന്റ് 0 ആണ്. സോ ഇറ്റ് ഇസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന കറന്റ് എന്ന് പറയുന്നത് ഞാൻ I1 കറന്റ് ആണ് ഇതിലൂടെ ഫ്ലോ ആവുന്നതെങ്കിൽ ഈ പറയുന്ന 3 റെസിസ്റ്ററിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എന്തായിരിക്കും, I1 ആയിരിക്കും. കാരണം ഈ രണ്ട് സർക്യൂട്ടും ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പൺ ആണ്. So the same current will flow through resistors R1, RG and again R1 അല്ലെ. അപ്പൊ എന്റെ ഈ പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഈ പറയുന്ന V01 തൊട്ട് V02 ഒഴുകുന്ന ഫ്ലോ അല്ലെങ്കിൽ അവിടേക്ക് ഫ്ലോ ആവുന്ന കറന്റ് ഏതാണ്, I1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് V0 is equal to എന്ത് വരും, the difference between the V1 and V2 അല്ലെങ്കിൽ V2 minus V1 എടുക്കാം, അല്ലെങ്കിൽ difference between the two voltages. എനിക്ക് രണ്ട് വോൾട്ടേജുകൾ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. V01 വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുന്നത്, V0 വോൾട്ടേജ് V02 ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഡിഫറൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ V01 minus V02 is equal divided into റെസിസ്റ്റൻസിന്റെ വാല്യൂ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ V0 is equal to എന്താ വരുന്നത്, R3/R2, അതായത് ആ രണ്ട് റെസിസ്റ്റൻസുകൾ വരുന്നത് അല്ലെ, ആ ഒരു ഡിഫറൻസ് സർക്യൂട്ടിന്റെ അവിടെ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻഷ്യൽ സർക്യൂട്ടിന്റെ ഭാഗത്ത് വരുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ് R3ഉം R2. അപ്പൊ R3/R2 into V02 minus V01, അതായത് ആ ഒരു വോൾട്ടേജുകൾ നമ്മൾ രണ്ട് ആ ഒരു ബഫറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന രണ്ട് വോൾട്ടേജുകളാണ് V01 ഉം V02 ഉം. അവരുടെ ഡിഫറൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു അസംഷൻ എടുക്കുന്നത് V1 greater than V2, അതായത് V1 എന്ന് പറയുന്നത് ഏതാണ്, ഫസ്റ്റ് ബഫറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെ. അതെന്ന് പറയുന്നത് നമ്മൾ V2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളത് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് കറന്റ്, ആ ഒരു I കറന്റ് ആണ് നമ്മൾ ആ റെസിസ്റ്റൻസുകൾ R1, RG ഒക്കെ ഫ്ലോ ആവുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ബിറ്റ്വീൻ V01 and V02 I കറന്റ് ആണ് ഫ്ലോ ആവുന്നത്. സോ അതിന്റെ ഇക്വേഷൻ I is equal to എന്താണ്, രണ്ട് വോൾട്ടേജുകളുടെ ഡിഫറൻസ് എടുക്കണം. V1 minus V2 by RG ആണ് എടുക്കുന്നത്. ആ ഒരു ഗെയിൻ കൺട്രോൾ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓംസ് ലോ അപ്ലൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ അവിടെ. ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്ത് വരും, I is equal to വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ വോൾട്ടേജ് ഡിഫറൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ വോൾട്ടേജ് റെസിസ്റ്റൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, V01 minus V02 ആണ്. ആ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, R1 plus RG plus R1 ആണ് അല്ലെ. സോ V01 minus V02 divided by 2R1 plus RG വരുന്നുണ്ട്. ഓൾറെഡി ഐയുടെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, V1 minus V2 by RG എന്നൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ V1 minus V2 by RG is equal to എന്ത് വരുന്നു, V01 minus V02 by 2R1 plus RG എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് V01 minus V02 നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത് അല്ലെ, R3/R2 into V01 minus V02 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ഇക്വേഷൻ എടുത്തു, V01 minus V02 is equal to 2R1 plus RG, 2R1 plus RG by RG into V1 minus V2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് വേണ്ടത് V02 minus V01 ആണ്, അതായത് V01 minus V02 അല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് ഇക്വേഷനിലും, രണ്ട് സൈഡും. ഓക്കെ, അപ്പൊ V02 minus V01 is equal to 1 plus 2R1 by RG, അതായത് RG plus 2R1 by RG ആയിരുന്നു. അതിന് ഞാൻ ടോട്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് RG by RG എന്ന് പറയുന്നത് 1 കിട്ടും, plus 2R1 by RG into V2 minus V1 ആണ് കിട്ടുന്നത്. So what about the output voltage equation എന്താണ്, V0 is equal to R3/R2 into V0 minus V02 ആണ് അല്ലെ, V02 minus V01. അപ്പൊ ഈ V02 minus V01 ആണ് എനിക്ക്
ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. അത് ഞാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ എനിക്ക് കിട്ടി R3/R2 into 1 plus 2R1/Rg into V2 minus V1. ഓക്കെ, ഇനി നമുക്ക് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വോൾട്ടേജുകളുടെ ഡിഫറൻസ് എന്താണോ അതാണ് ഇൻപുട്ട് വോൾട്ടേജ്. സോ V0/V2 minus V1, that is output by input is equal to, അതാണ് എനിക്ക് വരുന്ന ഗെയിൻ, that is equal to R3/R2 into 1 plus 2R1/Rg. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു റെസിസ്റ്റൻസ് RG എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഗെയിൻ കൺട്രോൾ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ഈ ഒരു RGയുടെ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഗെയിൻ കിട്ടുന്നത്. RGയുടെ വാല്യൂ വളരെ ലോ ആണെങ്കിൽ നമുക്ക് ഹൈ ഗെയിൻ കിട്ടുന്നുണ്ട്. RGയുടെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ അല്ലെ ഹൈ വാല്യൂ ഓഫ് RG ആണെങ്കിൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗെയിനുള്ള ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസുകൾ നോക്കുകയാണെങ്കിൽ, ഈ 3 ഒപ്പാമിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിൽ വരുന്ന ആ 3 ഒപ്പാമുകളുടെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആർ ഗെയിൻ റെസിസ്റ്ററിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ യൂസ് ചെയ്തിട്ടാണ്, ആ ഒരു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആംപ്ലിഫയറിന്റെ ഗെയിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then the input impedance is very high ആയിരിക്കും ഇവിടെ. കാരണം എന്താണ്? ആ രണ്ട് ആംപ്ലിഫയേഴ്സ്, that is 1 and 2 ആംപ്ലിഫയേഴ്സ് ആ കാസ്കേഡഡ് ആംപ്ലിഫയർ ആണ്. കാസ്കേഡഡ് എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്, ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. നമുക്ക് ലാസ്റ്റ് തേർഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ തേർഡ് ഒപ്പാം എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് നമുക്ക് വരുന്നത്. അതേപോലെ ഒപ്പാം അല്ലെങ്കിൽ ആ ഒരു CMRR എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹൈ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എവിടേക്ക് നമുക്ക് ഉപയോഗിക്കുന്നത്? what are the applications നോക്കുകയാണെങ്കിൽ, ഡാറ്റ അക്വിസിഷൻ ഫ്രം ഓൾ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ലൈക്ക് തെർമോകപ്പിൾസ്, സ്ട്രെയിൻ ഗേജ്, മെഷർമെന്റ്സ് ഓഫ് ബീറ്റ്സ് ഓൺ ബ്രിഡ്ജ്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേവിഗേഷൻ, മെഡിക്കൽ, റഡാർ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ആംപ്ലിഫയറിൽ ആ ഒരു SN റേഷ്യോ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമേജ് ആൻഡ് വീഡിയോ ഡാറ്റ അക്വിസിഷനിലൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ RF capable സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. താങ്ക് യു.